നമ്മളെ എപ്പോഴും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ മലയാള നടന്മാർ ജനിച്ചിരിക്കുന്ന ജില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ മലയാള നടന്മാരെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ജില്ല ഏതാണെന്ന്? അപ്പോൾ നിങ്ങളുടെ ജില്ലയിലുള്ള ഏറ്റവും നല്ല നടൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലുള്ള നടന്മാരുടെ പേരെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ഏറ്റവും കൂടുതൽ നടന്മാരെ സംഭാവന ചെയ്തിരിക്കുന്ന ജില്ലകളാണ്. അപ്പോൾ ഓരോ നടന്മാരുടെ ജില്ലകളായിട്ട് തന്നെ നമുക്ക് പോവാം. അവസാനം നമുക്ക് ഏത് നടന്മാരാണ്, അതായത് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടന്മാരെ സംഭാവന ചെയ്തിട്ടുള്ളതെന്നും കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യമുള്ളത് ആൻ്റണി വർഗീസ് ആണ്. എറണാകുളം ജില്ലയിലാണ് ആൻ്റണി വർഗീസ് ജനിച്ചിരിക്കുന്നത്. നസ്ലിൻ, തൃശ്ശൂർ ജില്ലയിലാണ് നസ്ലിൻ ജനിച്ചിരിക്കുന്നത്. ഗണപതി, കണ്ണൂർ ജില്ലയിലാണ് ഗണപതി ജനിച്ചിരിക്കുന്നത്. സണ്ണി വെയിൻ, വയനാട് ജില്ലയിലാണ് സണ്ണി വെയിനിന്റെ ജനനം. ചന്തു സലീം കുമാർ, എറണാകുളം ജില്ലയിലാണ് ചന്തുവിന്റെ ജനനം. പ്രണവ് മോഹൻലാൽ, തിരുവനന്തപുരം ജില്ലയിലാണ് പ്രണവ് മോഹൻലാൽ ജനിച്ചിരിക്കുന്നത്. ജോജു ജോർജ്, തൃശ്ശൂർ ജില്ലയിലാണ് ജോജു ജോർജിന്റെ ജനനം. വിനീത് ശ്രീനിവാസൻ, കണ്ണൂർ ജില്ലയിലാണ് വിനീത് ശ്രീനിവാസന്റെ ജനനം. ജഗദീഷ്, തിരുവനന്തപുരം ജില്ലയിലാണ് ജഗദീഷിന്റെ ജനനം. വിജയരാഘവൻ, മലേഷ്യയിലാണ് വിജയരാഘവൻ ജനിച്ചിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, തിരുവനന്തപുരം ജില്ലയിലാണ് സുരാജ് വെഞ്ഞാറമൂട് ജനിച്ചിരിക്കുന്നത്. അജ്മൽ, എറണാകുളം ജില്ലയിലാണ് അജ്മലിന്റെ ജനനം. ജാഫർ ഇടുക്കി, ഇടുക്കി ജില്ലയിലാണ് ജാഫർ ഇടുക്കിയുടെ ജനനം. ശ്രീനിവാസൻ, കണ്ണൂർ ജില്ലയിലാണ് ശ്രീനിവാസന്റെ ജനനം. ശ്രീജിത്ത് രവി, തൃശ്ശൂർ ജില്ലയിലാണ് ശ്രീജിത്ത് രവിയുടെ ജനനം. കൈലാഷ്, പത്തനംതിട്ട ജില്ലയിലാണ് കൈലാഷിന്റെ ജനനം. സലീം കുമാർ, എറണാകുളം ജില്ലയിലാണ് സലീം കുമാർ ജനിച്ചിരിക്കുന്നത്. ഇന്ദ്രൻസ്, തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ദ്രൻസിന്റെ ജനനം. ഹരിശ്രീ അശോകൻ, തൃശ്ശൂർ ജില്ലയിലാണ് ഹരിശ്രീ അശോകന്റെ ജനനം. മനോജ് കെ ജയൻ, എറണാകുളം ജില്ലയിലാണ് മനോജ് കെ ജയന്റെ ജനനം. ഉണ്ണി മുകുന്ദൻ, തൃശ്ശൂർ ജില്ലയിലാണ് ഉണ്ണി മുകുന്ദന്റെ ജനനം. മാത്യു തോമസ്, എറണാകുളം ജില്ലയിലാണ് മാത്യു തോമസിന്റെ ജനനം. അലൻസിയർ ലേ, തിരുവനന്തപുരം ജില്ലയിലാണ് അലൻസിയർ ലേയുടെ ജനനം. അജു വർഗീസ്, പത്തനംതിട്ട ജില്ലയിലാണ് അജു വർഗീസ് ജനിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ബാസി, എറണാകുളം ജില്ലയിലാണ് ശ്രീനാഥ് ബാസിയുടെ ജനനം. സൈജു കുറുപ്പ്, ആലപ്പുഴ ജില്ലയിലാണ് സൈജു കുറുപ്പിന്റെ ജനനം. ധ്യാൻ ശ്രീനിവാസൻ, കണ്ണൂർ ജില്ലയിലാണ് ധ്യാൻ ശ്രീനിവാസന്റെ ജനനം. ബേസിൽ ജോസഫ്, വയനാട് ജില്ലയിലാണ് ബേസിൽ ജോസഫ് ജനിച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ, എറണാകുളം ജില്ലയിലാണ് അർജുൻ അശോകൻ ജനിച്ചിരിക്കുന്നത്. ലാൽ,
എറണാകുളം ജില്ലയിലാണ് ലാലിന്റെ ജനനം. ബിജു മേനോൻ, തൃശൂർ ജില്ലയിലാണ് ബിജു മേനോന്റെ ജനനം. ഷെയ്ൻ നിഗം, എറണാകുളം ജില്ലയിലാണ് ഷെയ്ൻ നിഗം ജനിച്ചിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, എറണാകുളം ജില്ലയിലാണ് സൗബിൻ ഷാഹിറിന്റെ ജനനം. ജയസൂര്യ, എറണാകുളം ജില്ലയിലാണ് ജയസൂര്യയുടെ ജനനം. ആസിഫ് അലി, ഇടുക്കി ജില്ലയിലാണ് ആസിഫ് അലിയുടെ ജനനം. മുകേഷ്, കൊല്ലം ജില്ലയിലാണ് മുകേഷിന്റെ ജനനം. സുരേഷ് ഗോപി, ആലപ്പുഴ ജില്ലയിലാണ് സുരേഷ് ഗോപിയുടെ ജനനം. ജയറാം, എറണാകുളം ജില്ലയിലാണ് ജയറാമിന്റെ ജനനം. കുഞ്ചാക്കോ ബോബൻ, ആലപ്പുഴ ജില്ലയിലാണ് കുഞ്ചാക്കോ ബോബന്റെ ജനനം. ദിലീപ്, എറണാകുളം ജില്ലയിലാണ് ദിലീപിന്റെ ജനനം. നിവിൻ പോളി, എറണാകുളം ജില്ലയിലാണ് നിവിൻ പോളിയുടെയും ജനനം. വിജയ് ബാബു, കൊല്ലം ജില്ലയിലാണ് വിജയ് ബാബുവിന്റെ ജനനം. ഇന്ദ്രജിത്ത്, തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ദ്രജിത്തിന്റെ ജനനം. നീരജ് മാധവ്, കോഴിക്കോട് ജില്ലയിലാണ് നീരജ് മാധവ് ജനിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ്, തൃശൂർ ജില്ലയിലാണ് ടൊവിനോ തോമസിന്റെ ജനനം. ദുൽഖർ സൽമാൻ, എറണാകുളം ജില്ലയിലാണ് ദുൽഖർ സൽമാനിന്റെ ജനനം. ഫഹദ് ഫാസിൽ, ആലപ്പുഴ ജില്ലയിലാണ് ഫഹദ് ഫാസിൽ ജനിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, തിരുവനന്തപുരം ജില്ലയിലാണ് പൃഥ്വിരാജിന്റെ ജനനം. മമ്മൂട്ടി, ആലപ്പുഴ ജില്ലയിലാണ് മമ്മൂട്ടിയുടെ ജനനം. മോഹൻലാൽ, പത്തനംതിട്ട ജില്ലയിലാണ് മോഹൻലാലിന്റെ ജനനം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നടന്മാരുടെ ജനിച്ച ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഈ 50 നടന്മാരെ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് 0, മലപ്പുറം 0, കാസർഗോഡ് 0, കോട്ടയം 0, കോഴിക്കോട് 1, ഇടുക്കി 2, കൊല്ലം 2, വയനാട് 2, പത്തനംതിട്ട 3, കണ്ണൂർ 4, ആലപ്പുഴ 5, തിരുവനന്തപുരം 7, തൃശൂർ 7, എറണാകുളം ജില്ല 16. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ 50 നടന്മാരുടെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജില്ലകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മിസ്സായിരിക്കുന്ന ഏതെങ്കിലും നടന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ടാറ്റ ബൈ ബൈ.